ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയത്തിലെ 8-ാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകമായിട്ടുള്ള 13-ാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ നിന്ന് സർവ ദിശകളിലേക്കും പ്രകാശം പരത്തിക്കൊണ്ട് ആ താമരമൊട്ട് വിടർന്നു വന്നത് നമ്മൾ ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ താമരമൊട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് കാരണജലത്തിലേക്ക് ഇറങ്ങി വേരുറപ്പിച്ച് എല്ലായിടത്തും പ്രകാശം പരത്തി പുറത്തേക്ക് വന്നിട്ട് വിരിഞ്ഞു നിൽക്കുമ്പോൾ സർവവേദരാശിയോടും കൂടെ അതിൽ ബ്രഹ്മദേവൻ ആവിർഭവിച്ചു എന്നതും ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് സ്തുതിക്കുകയാണ് ഭഗവാനേ. എല്ലാ ദശകത്തിന്റെ അവസാനത്തിൽ പറയുന്ന പോലെ എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലുള്ളത്. ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, കേട്ടു നോക്കാം. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ തുമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണോ. ആ പ്രാർത്ഥന വെക്കുമ്പോൾ പ്രത്യേക ഒരു സുഖം അല്ലേ. അതിന് വലിയ ആലോചനകളൊന്നും ആവശ്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി. ഭക്തി അവിടെ ഇങ്ങനെ നിറഞ്ഞൊഴുകിയാൽ മതി. ഭട്ടതിരിപ്പാടിന്റെ നാരായണീയത്തിന്റെ ഒരു പ്രത്യേകത, അതിൽ ഭക്തി ഒരുപാട് ചേർത്തിട്ടുണ്ട്. അത് ഓരോന്നും പറഞ്ഞു കഴിഞ്ഞ അവസാനം ഭഗവാനേ എന്നുള്ള പ്രാർത്ഥനയാണ്, ഭഗവാനോടുള്ള അപേക്ഷയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ശ്ലോകം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വം ഇത്തം ഉത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. ഹേ പരാത്മൻ, ഹേ പരമാത്മാവായിട്ടുള്ള ഭഗവാനെ, ഗുരുവായൂരപ്പ, നാരായണ, വിഷ്ണു. അസ്മിൻ പാത്മകൽപേ, ഈ പാത്മകൽപ്പത്തില്, ഈ പാത്മകൽപ്പത്തെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. പത്മം ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ നിന്നുണ്ടായിട്ട് സൃഷ്ടികൾ സംഭവിക്കുന്ന പാത്മകൽപ്പത്തില് ഇത്തം ഇങ്ങനെ ഉത്ഥാപിത പത്മയോനിഃ, ഭഗവാന്റെ പൊക്കിൽ ചുഴിയിൽ നിന്ന് വന്ന താമരമുട്ടിൽ നിന്ന് പത്മയോനിയായിട്ട് ആരുണ്ടായിട്ടുണ്ട്? ബ്രഹ്മദേവൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ് ഉത്ഥാപിത പത്മയോനിഃ, ഇത്തം ഉത്ഥാപിത പത്മയോനിഃ. ഇങ്ങനെ പത്മയോനിയായിട്ട് ബ്രഹ്മദേവനെയൊക്കെ ഉദ്ഭവിപ്പിച്ചവനായിട്ടുള്ള ഭഗവാനെ, ഹേ വാതാലയവാസ വിഷ്ണു, ഗുരുവായൂരപ്പ വിഷ്ണു. അനന്തഭൂമാ ത്വം, അനന്തഭൂമനായിട്ടുള്ള അങ്ങ്, അനന്തമായിട്ടുള്ള മഹാത്മ്യങ്ങളോട് കൂടിയിട്ടുള്ള അനന്ത ചൈതന്യമായിട്ടുള്ള ഹേ ഭഗവാനെ, നിന്തിരുവടികള് ത്വം മമ രോഗരാശിം നിരുന്ധി, എൻ്റെ രോഗരാശികളെ ഇല്ലാതാക്കണമേ എന്നാണ് പ്രാർത്ഥന. നമുക്ക് വാദമൊന്നും ഇല്ലെങ്കിലും, ഇനി പലർക്കും വാദം ഉണ്ടെങ്കിലും, മറ്റെന്ത് അസുഖം ഉണ്ടെങ്കിലും ഈ പ്രാർത്ഥന ഒന്നും ഇങ്ങോട്ട് മനസ്സിലിങ്ങ് വന്നാൽ മതി. നമുക്ക് ബ്രഹ്മദേവനെ പോലും സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെ അങ്ങ് വിചാരിച്ചാൽ എൻ്റെ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ലേ? എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ എന്ന് പറയുന്നതും എൻ്റെ അസുഖങ്ങളാണ്. അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ലേ?
സാധിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്ന ഒരു ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്കുള്ള അസുഖങ്ങളെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കാതെ അത് മാറിയാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് പറയുക. ഉറപ്പായിട്ടും ഭഗവാൻ ഇത് മാറ്റിത്തരും. ഇത് മാറ്റി തന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും എന്നുള്ള ആനന്ദം മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും എൻ്റെ അസുഖം മാറുന്നില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ, എൻ്റെ വിഷമം മാറുന്നില്ലല്ലോ, എൻ്റെ അസുഖം മാറുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന ഫലിക്കുന്നില്ലല്ലോ എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് മനസ്സിൽ വിചാരിച്ചോളൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രാർത്ഥിക്കുന്ന സമയത്ത് അസുഖത്തിനെ കുറിച്ച് തന്നെയാണോ ചിന്തിക്കുന്നത്? അല്ല വിഷമങ്ങളെ കുറിച്ച് തന്നെയാണോ ചിന്തിക്കുന്നത്? അല്ല കഷ്ടപ്പാടുകളെ കുറിച്ച് തന്നെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് മാറാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് ഈ അസുഖത്തെയാണ്, ഈ വിഷമത്തെയാണ്, ഈ സങ്കടത്തെയാണ്, ഈ ബുദ്ധിമുട്ടിനെയാണ്. അങ്ങനെ ആവാൻ പാടില്ല. ഇത് മാറിയാലുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാം, പ്രാർത്ഥിക്കാം. എന്നിട്ട് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടാവട്ടെ നമ്മുടെ പ്രാർത്ഥന. ഇവിടെ ഞാൻ വന്നു, ഭഗവാന്റെ മുന്നിൽ ഞാൻ വന്നു, ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് മാറിയാലുള്ള ആനന്ദം മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാവുമ്പോഴാണ് നമ്മുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവുക എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. തുറന്ന് ഭഗവാൻ ഇത് മാറ്റിത്തരുന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാറി എൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഇതാ ഞാൻ ആനന്ദത്തിൽ നിൽക്കുകയാണ്. ഇവിടെ ഭട്ടത്തിരിപ്പാട് എൻ്റെ അസുഖം മാറ്റിത്തരണമേ എന്ന് പറയുന്ന സമയത്ത് ഭട്ടത്തിരിപ്പാടിന് ഉറപ്പാണ് എൻ്റെ അസുഖം മാറും എന്നുള്ള കാര്യം, ഒരു സംശയവും അവിടെ ഇല്ല. എൻ്റെ 100ാമത്തെ ദശകം ഞാൻ എഴുതി കഴിയുമ്പോഴേക്കും എൻ്റെ അസുഖം ഇതാ മാറുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്, ആ സങ്കല്പത്തിലാണ് ഭട്ടത്തിരിപ്പാട് പോകുന്നത്. അതുകൊണ്ടാണ് 100ാമത്തെ ദശകം എത്തുമ്പോഴേക്കും ഭഗവാനെയാണ് പിന്നെ മുഴുവനായിട്ടും കാണുന്നത്. പിന്നെ അസുഖമൊന്നും മനസ്സിലില്ലേ ഇല്ല. അപ്പോഴേക്കും അസുഖമൊക്കെ മാറി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ അതുപോലെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കഷ്ടപ്പാടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കാതിരിക്കുക, വിഷമത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കാതിരിക്കുക, ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കാതിരിക്കുക, ഇതെല്ലാം ഒന്നാണ് അല്ലെ. അസുഖങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഇരിക്കാതിരിക്കുക. മറ്റ് നമുക്ക് ബുദ്ധിമുട്ട് ഒരാൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ, അതങ്ങ് വിടൂ. നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നല്ല നല്ല ദിവസങ്ങളെക്കുറിച്ച്, എനിക്ക് വരാൻ പോകുന്ന നല്ല അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കും. എല്ലാവരും പറയും കഷ്ടപ്പാട് വരുന്നവൻ എപ്പോഴും കഷ്ടപ്പാടായിരിക്കുന്നു. കാരണം എന്താണ്? അവൻ കഷ്ടപ്പാടിനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷെ ഇത് വലിയൊരു സത്യമാണ്. നമ്മൾ കഷ്ടപ്പാടുകളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരുന്ന കഷ്ടപ്പാടുകൾ തന്നെ വന്നുകൊണ്ടിരിക്കും. മനസ്സാണ് നമ്മുടെ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നത്. എന്തിനെ കുറിച്ചാണോ നമ്മൾ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ അനുഭവങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞതിനെ ആ ഭാണ്ഡത്തെ ഇറക്കി വെക്കാൻ സാധിക്കുന്നവനാണ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. ഒന്നിത് അടുത്ത ഒരു 1-2 മാസത്തേക്ക് നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. എല്ലാം മാറി എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് ഭഗവാൻ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയതിന് ഭഗവാനെ നന്ദി എന്ന് പറഞ്ഞു നോക്കൂ. എല്ലാം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും 100%. അപ്പൊ എല്ലാവരും ശ്ലോകം ഒന്ന് ഏറ്റുചൊല്ലുക, ഞാൻ ചൊല്ലിത്തരാം. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയ വാസ വിഷ്ണോ. ഹേ പരമാത്മാവായിട്ടുള്ള ഭഗവാനെ, ഈ പാത്മകൽപ്പത്തില് ഇങ്ങനെ യോനിയായിട്ട് പത്മത്തിൽ നിന്ന് ജനിച്ചവനാണ് പത്മയോനി, പത്മത്തിൽ നിന്ന് ജനിച്ചവനാണ് പത്മയോനി. പത്മയോനിയായിട്ട് ആ ബ്രഹ്മദേവനെ സൃഷ്ടിച്ച അങ്ങന്ന്
നിന്തിരുവടികൾ ഉദ്ഭവിപ്പിച്ചവനായിട്ടുള്ള നിന്തിരുവടികള്, ഹേ വാതാലയാശ വിഷ്ണു, ഗുരുവായൂരപ്പ ഭഗവാനെ, അനന്തഭൂമ, സർവ ഐശ്വര്യങ്ങളും അനന്തമായിട്ടുള്ളവനെ, അനന്ത ഐശ്വര്യങ്ങളോട് കൂടിയിട്ടുള്ളവനെ, ത്വം നിന്തിരുവടികള് മമ രോഗരാശിം നിരന്ധി, എൻ്റെ രോഗരാശികളെയൊക്കെ ഇല്ലാതാക്കണമേ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. എപ്പോഴും സന്തോഷവും ആനന്ദവും സുഖവും ഒക്കെ മനസ്സിൽ അനുഭവിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അത് മാത്രം ചിന്തിച്ചോളൂ, നമുക്ക് ഈ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ശ്ലോകം ചൊല്ലിയിട്ട് അയക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർത്തും എനിക്ക് അറിയിക്കണം. അതൊരു അപേക്ഷയാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഒന്ന് അറിയിക്കൂ. താഴെ കമൻ്റ് ആയിട്ടിടുക, അല്ലെങ്കിൽ വാട്സാപ്പിലും നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമസ്തേ. അടുത്ത ശ്ലോകം അടുത്ത ദശകമായിട്ട് വേഗം കാണാം. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.